OnePlusന്റെ OnePlus 13R എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13R എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മിക്കവാറും വില 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിലും കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് Snapdragonൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറല്ല, പക്ഷേ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ഇതിലും മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ 40,000 45,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. വോയിസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്ര മികച്ചതായിക്കൊള്ളണം എന്നില്ല. പൊതുവെ ഇത് ക്യാമറ ഫോക്കസ് എന്നുള്ളതിനേക്കാളും പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. പിന്നെ സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6200 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ മേജർ ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വരും. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചൈനീസ് മാർക്കറ്റിൽ OnePlusൻ്റെ Ace 5 എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണ് ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പൊതുവേ അങ്ങനെയാണ്. Ace 3 എന്നുള്ള സ്മാർട്ട് ഫോണാണ് OnePlus 12R എന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണും അതിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആവാൻ തന്നെയാണ് സാധ്യത. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlus 12R എന്ന സ്മാർട്ട് ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 40,000 to 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും OnePlusൻ്റെ OnePlus 13R എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.